മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരീയം അമ്മച്ചി അന്നെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവെച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോയും മാതാവും നിറഞ്ഞു നിന്നു. ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. എൻ്റെ പേര് ജോർജ് കളത്തിൽ CMI ആണ്. ഞാൻ ജനിച്ചു വളർന്നത് കുട്ടനാട് കണ്ണാടി എന്ന സ്ഥലത്താണ്. എനിക്ക് 7 സഹോദരങ്ങളുണ്ട്. എൻ്റെ മാതാപിതാക്കൾ മരിച്ചു. സഹോദരങ്ങൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ജീവിക്കുന്നത്. എൻ്റെ ജീവിതത്തിൽ എന്നെ സ്പർശിച്ച ഒരു വലിയ കാര്യം, കുഞ്ഞിലേ തന്നെ മാതാവിനെ വണങ്ങുവാനും സ്നേഹിക്കുവാനും എൻ്റെ മാതാവ് എന്നെ പഠിപ്പിച്ചിരുന്നു. എല്ലാ ദിവസവും കൊന്ത തരണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമായിരുന്നു. ഒരു കാരണവശാലും കൊന്ന പടയ്ക്കാൻ ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ കുട്ടികളെല്ലാവരും ബന്ധിക ധരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമുണ്ടായിരുന്നു. എല്ലാ മെയ് മാസത്തിലും മാതാവിൻ്റെ വണക്കമാസം വായിക്കുവാനും ജപം ചൊല്ലുവാനും എന്നെയാണ് ഏൽപ്പിച്ചിരുന്നത്. SLC കഴിഞ്ഞപ്പോൾ ഞാൻ സെമിനാരിയിലേക്ക് പോന്നു. സെമിനാരിലെത്തിയപ്പോൾ ഒരു ധ്യാനത്തിൽ സംബന്ധിച്ചപ്പോൾ ധ്യാനം ഒരു കാര്യം പറഞ്ഞു, ദൈവം നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി എല്ലാ ദിവസവും മാതാവിനോട് പ്രാർത്ഥിക്കണം. അന്ന് മുതൽ ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം തേടുമായിരുന്നു. അങ്ങനെ ഞാനൊരു വൈദികനായി തീർന്നു. ഞാൻ വൈദികനായി തീർന്ന ശേഷം മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നെങ്കിലും എനിക്ക് വലിയൊരു ഭക്തി ഉണ്ടെന്ന് പറയാനുണ്ടായിരുന്നില്ല. അങ്ങനെ ഇരിക്കെ ഒരിക്കൽ ഞാൻ തിരുവചനം വായിച്ചപ്പോൾ 1 തിമോത്തി 2 5-ാമത്തെ വാക്യത്തിൽ ഏക മധ്യസ്ഥൻ ഈശോയാണെന്ന് കിട്ടുകയുണ്ടായി. അപ്പോൾ മറ്റ് മധ്യസ്ഥന്മാർ ആവശ്യമില്ലെന്നൊരു തോന്നൽ എൻ്റെ മനസ്സിലേക്ക് വന്നു. പക്ഷേ എനിക്കതിന് വ്യക്തമായൊരു ഉത്തരം കിട്ടാത്തതുകൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പല പുസ്തകങ്ങൾ പരിശോധിക്കുകയും പ്രാർത്ഥിച്ചിട്ട് എനിക്ക് വ്യക്ത ഉത്തരം കിട്ടാതിരിക്കുന്ന സമയത്ത് ഒരിക്കൽ ഒരു ദുഃഖവെള്ളിയാഴ്ച ഞാൻ ഈശോയുടെ പീഡാനുഭവത്തെപ്പറ്റി വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായത്തിൽ കുരിശിനോട് നിൽക്കുന്ന അമ്മയും ശിഷ്യനെ പറ്റി വായിക്കുകയുണ്ടായി. മരിക്കാൻ നേരത്ത് ഈശോ തൻ്റെ അമ്മയെ കണ്ടിട്ട് പറഞ്ഞു, ഇതാ നിൻ്റെ മകൻ. ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. ഈ ശിഷ്യൻ ആരാണെന്ന് ഈശോ പറയുന്നില്ല. ഈശോ സ്നേഹിച്ച ശിഷ്യനെന്ന് മാത്രമേ പറയുന്നുള്ളൂ. സഭയുടെ പാരമ്പര്യം അനുസരിച്ച് അത് യോഹന്നാൻ ശ്ലീഹായാണെന്ന് പറയപ്പെടുന്നത്. അപ്പോൾ ഈശോ ഒരു ശിഷ്യനെപ്പറ്റി എന്താണ് മനസ്സിലാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ പഠിപ്പിക്കുന്നതെങ്കിൽ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഞാൻ ബൈബിൾ പഠിക്കാൻ തുടങ്ങി. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 30-ാമത്തെ വാക്യത്തിൽ ഈശോ പറയുന്നുണ്ട്, എൻ്റെ വചനത്തിൽ നിലനിൽക്കുന്നവൻ എൻ്റെ ശിഷ്യനായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എന്നെ സ്പർശിച്ചൊരു വാക്യമാണത്. ഈശോയുടെ വചനം വായിക്കുകയും പഠിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ ശിഷ്യനാകുന്നത്. അതുകൊണ്ട് അന്ന് മുതൽ ഞാൻ വചനത്തിനനുസരിച്ച് ജീവിക്കാനായിട്ട് പരിശ്രമിക്കാൻ തുടങ്ങി. കാരണം ഒരു ശിഷ്യന് മാത്രമേ
യേശുവിൻ്റെ അമ്മയെ സ്വന്തം അമ്മയെ സ്വീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന് എനിക്ക് മനസ്സിലായി. യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 35-ാമത്തെ വാക്യത്തിൽ ഈശോ പറഞ്ഞു, നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയാണെങ്കിൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാണെന്ന് ലോകം അറിയും. ഒരു പ്രധാനപ്പെട്ട ഒരു സന്ദേശം എനിക്കതിൽ ലഭിച്ചു. സ്നേഹിച്ചെങ്കിൽ മാത്രമേ എനിക്ക് ഒരു ശിഷ്യനാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാൻ ചിന്തിച്ച് നോക്കി, എനിക്ക് വല്ലതും വിഷമമുണ്ടല്ലോ, ക്ഷമിക്കേണ്ടതാണല്ലോ. അപ്പം ക്ഷമയെപ്പറ്റി പഠിക്കാനായിട്ട് ഞാൻ ശ്രമിച്ചു. ഹൃദയപൂർവ്വം ക്ഷമിക്കാനാണ് ഈശോ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പൗലോസ്ലീഹ സ്നേഹത്തെപ്പറ്റി വ്യക്തമായിട്ട് 1 കൊരിന്ത്യർ 13 പറയുന്നുണ്ട്. പത്രോസിന് സംശയമാണ് ഈശോ തീർക്കുന്നത്. ഞാൻ എത്ര പ്രാവശ്യം ക്ഷമിക്കണം? 7 പ്രാവശ്യമോ? ഈശോ പറഞ്ഞു 7 അല്ല 70 പ്രാവശ്യം. എന്ന് പറഞ്ഞാൽ ആരെങ്കിലും നമ്മളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ ക്ഷമിച്ചെന്ന് പറഞ്ഞാലും ഹൃദയത്തിൻ്റെ ഉള്ളിൽ ആ വേദന കിടക്കുന്നുണ്ടെങ്കിൽ ഞാൻ ക്ഷമിച്ചിട്ടില്ല. വീണ്ടും അയാൾ വേദനിപ്പിച്ച് കഴിയുമ്പോൾ ഒരിക്കലും എനിക്ക് അയാളോട് പറയാൻ പറ്റില്ല, നിന്നോട് ഞാൻ ക്ഷമിച്ചതാണല്ലോ. കാരണം ക്ഷമിച്ചു കഴിഞ്ഞാൽ പിന്നെ പൂർണ്ണമായിട്ട് മനസ്സിൽ നിന്ന് മാറണമെന്നാണ് ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആ രീതിയിൽ ക്ഷമിക്കാനുള്ള ഒരു ആശയമാണ് എനിക്ക് ഈശോ തന്നത്. അങ്ങനെ ക്ഷമിച്ചെങ്കിൽ മാത്രമേ എനിക്ക് നല്ലൊരു ശിഷ്യനായി തീരാൻ പറ്റുകയുള്ളൂ. ആരെയും വെറുക്കാതെ, ആരെപ്പറ്റി മോശമായി ചിന്തിക്കാതെ ക്ഷമിക്കുക, സ്നേഹിക്കുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് എനിക്ക് തോന്നി. എങ്കിലും ഞാൻ പരിശ്രമിക്കാനായിട്ട് തുടങ്ങി. എനിക്ക് എങ്ങനെയായാലും ഈശോയുടെ ശിഷ്യനായിട്ട് മാറണം. അങ്ങനെ ഈ ശിഷ്യനായ ശേഷം പരിശുദ്ധ അമ്മയെ എൻ്റെ അമ്മയായിട്ട് സ്വീകരിക്കണം. ശിഷ്യനാകാനായിട്ട് ഈശോ വേറൊരു കാര്യം പറയുന്നുണ്ട്. മാതാപിതാക്കളെയും സഹോദരങ്ങളെയും ഉപേക്ഷിക്കണം എന്ന് പറഞ്ഞാൽ 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുക്കണമെന്നാണ് ഈശോ പറയുന്നത്. അപ്പനേക്കാളും അമ്മയെക്കാളും സഹോദരങ്ങളെക്കാളും സഹോദരിയേക്കാളും ഭാര്യയെക്കാളും ഭർത്താവിനേക്കാളും ഒക്കെ ഞാൻ കൂടുതലായിട്ട് ഈശോയെ സ്നേഹിക്കണം. 1-ാം സ്ഥാനം ഈശോയ്ക്ക് കൊടുത്തെങ്കിലും ശിഷ്യനാൻ പറ്റത്തുള്ളൂ. അതോടൊപ്പം തന്നെ ഈശോ പറയുന്നുണ്ട്, നിൻ്റെ സ്വന്തം കുരിശെടുത്ത് എൻ്റെ പിന്നാലെ വരാത്തവന് യോഗ്യനല്ല, അവൻ ശിഷ്യനാൻ സാധിക്കുകയില്ല. ഇവിടെ ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈശോയോടൊപ്പം സഹിക്കാൻ തയ്യാറായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ സഹനമെന്ന് പറയുന്നത് നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളൊക്കെയാണ്. പിറുവിറുപ്പ് കൂടാതെ സഹിക്കാനായിട്ട് പറ്റണം. പരാതി പറയുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും ഈശോയെ ശിഷ്യനാൻ പറ്റില്ല. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിനെല്ലാം സ്തുതി പറയുന്ന ഒരു മനോഭാവം വളർത്തിയെടുക്കണം. എങ്കിൽ മാത്രമേ ശിഷ്യനാകാൻ സാധിക്കുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ഒരു ശിഷ്യനാകുമെന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിനെ പൂർണ്ണമായിട്ട് ഈശോയുടെ മനസ്സിനെ വിട്ടുകൊടുക്കണം. യോനാനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ നമ്മൾ ശിഷ്യനെന്ന് പറയുന്ന വ്യക്തി യോനാനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായിട്ട് ഈശോ പിഞ്ചുന്ന വ്യക്തിയായിരുന്നു. പത്രോസും കൂട്ടരും എല്ലാം ഈശോ വിട്ടിട്ട് പോയിട്ട് പോലും അവസാനം വരെ കുരിശിൻചുവട്ടിൽ നിൽക്കാനായിട്ട് സാധിച്ചു. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് മാത്രമേ സ്വന്തം അമ്മയെ നോക്കാൻ പറ്റുള്ളൂ എന്ന് ഈശോയ്ക്കറിയാം. തന്നെ സ്നേഹിക്കാത്ത വ്യക്തിക്ക് എങ്ങനെയാണ് തൻ്റെ അമ്മയെ സ്നേഹിക്കാൻ പറ്റുക? ഇന്ത്യയിലെ പഴയ ഗുരുകുല വിദ്യാഭ്യാസത്തെ പറ്റി ചിന്തിക്കുമ്പോൾ കുട്ടികളെ കൊണ്ടുവന്ന് ഗുരുവിൻ്റെ വീട്ടിലാക്കും. ഗുരുവിനെ പരിചരിക്കുന്ന പോലെ തന്നെ ഈ കുട്ടികൾ ഗുരുവിൻ്റെ ഭാര്യയെയും അമ്മയായിട്ട് കണ്ട് പരിചരിക്കണമെന്നുണ്ട്. അങ്ങനെ ജീവിച്ചെങ്കിൽ മാത്രമേ ഗുരുശിഷ്യ ബന്ധം ശരിയാകത്തുള്ളൂ. ഈശോ കല്യാണം കഴിക്കാത്ത വ്യക്തിയായതുകൊണ്ട് ഈശോ നമുക്ക് അമ്മയായിട്ട് തന്നിട്ട് സ്വന്തം അമ്മയെ തന്നെയാണ്. അപ്പം അമ്മയെ സ്നേഹിക്കാനും അമ്മയെ അംഗീകരിക്കാനും അമ്മയെ മനസ്സിലാക്കാനും ഒരു ശിഷ്യന് മാത്രമേ സാധിക്കത്തുള്ളൂ. എനിക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും പറ്റുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം ഞാനൊരു ശിഷ്യനായിട്ടില്ലെന്നുള്ളതാണ്. ഞാൻ അമ്മയെന്ന് പരിശുദ്ധ അമ്മയെ വിളിക്കുമ്പോൾ ശരിക്ക് അമ്മയുടെ വാത്സല്യം ഞാൻ അനുഭവിക്കേണ്ട വ്യക്തിയാണ്. എൻ്റെ ഹൃദയത്തിൽ അമ്മയ്ക്കൊരു സ്ഥാനം കൊടുക്കണം. സ്വന്തം അമ്മയെ സ്നേഹിക്കാൻ പറ്റാത്തൊരു വ്യക്തിക്ക് ഒരിക്കലും ഈശോയുടെ അമ്മയെ സ്നേഹിക്കാനോ ബഹുമാനിക്കാനോ വണങ്ങാനോ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയിട്ട് ഈ അമ്മയെ നമ്മൾ മനസ്സിലാക്കാനും സ്വീകരിക്കാനും അംഗീകരിക്കാനും ശ്രമിക്കുക. പരിശുദ്ധ അമ്മയെപ്പറ്റി ഞാൻ കൂടുതൽ പഠിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ എന്നെ സ്പർശിച്ചൊരു കാര്യം ദൂതൻ പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവിനോട് പറഞ്ഞ കാര്യമാണ്. അതിങ്ങനെ നമുക്ക് വായിക്കാം. ദൈവകൃപ ലഭിച്ചവളെ സ്വസ്തി. മാതാവിനോട് ദൂതൻ പറയുന്നത് ദൈവകൃപ ലഭിച്ചവളെ സ്വസ്തി എന്നാണ്. പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും മാലാഖമാർ പലപ്പോഴും പ്രത്യക്ഷപ്പെട്ട ആളുകൾക്ക് സന്ദേശം കൊടുക്കുന്നുണ്ട്. ഈ ഒരു സംഭവം ഒഴിച്ച് ഒരിടത്തും
ഒരു ദൂതൻ മനുഷ്യനെ വന്ദിക്കുന്നില്ല, സ്തുതിക്കുന്നില്ല. ഇവിടെ മാതാവിനെ ഈ ദൂതൻ സ്തുതിക്ക് നമ്മൾ കാണുന്നുണ്ട്. ദൂതനറിയാം എല്ലാ ദൂതന്മാരെക്കാൾ ഉയർന്ന വ്യക്തിയാണ് മറിയം. ആ മറിയത്തിൻ്റെ വന്ദനം പറഞ്ഞപ്പോൾ എല്ലാ മനുഷ്യരും മറിയത്തെ വന്ദിക്കാൻ ബാധ്യസ്ഥരാണെന്ന് കാണിക്കുകയാണ്. ദൈവം അതാണ് നമ്മോട് ആവശ്യപ്പെടുന്നത്. എനിക്ക് മാതാവിനെ വന്ദിക്കാനോ ബഹുമാനിക്കാനോ സ്നേഹിക്കാനോ പറ്റുന്നില്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ ആ കൽപ്പന നിരസിക്കുകയാണ്, ദൂതൻ പറഞ്ഞ് ശ്രദ്ധിക്കാതെ പോവുകയാണ്. അതുകൊണ്ട് നമുക്കൊരു തീരുമാനം എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ മാതാവ് ഒരു സാധാരണ സ്ത്രീയല്ല, ഒരു അസാധാരണ വ്യക്തിയായിട്ടാണ് ദൈവം കാണുന്നത്, ദൈവം അങ്ങനെ ആക്കിയിരിക്കുന്നത്. മറിയത്തെപ്പറ്റി പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ സ്പർശിച്ച മറ്റൊരു സംഗതി എലിസബത്തിൻ്റെ വീട്ടിൽ ചെല്ലുന്ന അമ്മയെപ്പറ്റിയാണ്. ഗർഭത്തിൽ ഉണ്ണീശോയും ആത്മാവിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ആ വ്യക്തി വീട്ടിൽ ചെന്നപ്പോൾ തന്നെ എലിസബത്തിന് അതിന് ഉത്തരം കിട്ടിക്കഴിഞ്ഞു. എലിസബത്തിൻ്റെ സ്വഭാവം മാറുകയാണ്. എലിസബത്ത് ആത്മാവ് കൊണ്ട് നിറയുകയാണ്. അവരുടെ ഉള്ളിൽ കിടന്ന ശിശു സന്തോഷം കൊണ്ട് കുതിച്ചുചാടി. ഇത്രയും വലിയൊരു വ്യക്തിയുടെ മുമ്പിലാണല്ലോ താൻ ഇരിക്കുന്നതെന്ന് എലിസബത്തിന് തോന്നി. പരിശുദ്ധ അമ്മയുടെ ആ സാന്നിധ്യം വളരെ അടുത്തനുഭവിക്കാൻ സാധിച്ചൊരു വ്യക്തിയാണ് എലിസബത്ത് എന്ന് എനിക്ക് തോന്നി. ആത്മാവിനാൽ നിറഞ്ഞ ആ അമ്മ പറയുകയാണ്, നീ എൻ്റെ ഭവനത്തിൽ വരാൻ എനിക്ക് എന്ത് യോഗ്യതയാണുള്ളത്? കർത്താവിൻ്റെ അമ്മ എൻ്റെ ഭവനത്തിൽ വന്നിരിക്കുന്നു. കർത്താവ് എന്ന് പറഞ്ഞപ്പോൾ നമുക്കറിയാം പഴയ നിയമത്തിൽ ദൈവത്തിന് ഉപയോഗിക്കുന്ന മറ്റൊരു പദമാണ്. ഉള്ളിൽ കിടക്കുന്ന ശിശു കർത്താവാണെന്നും ദൈവമാണെന്നും മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് പരിശുദ്ധ അമ്മയെ ദൈവത്തിൻ്റെ മാതാവായിട്ട് കാണാനായിട്ട് സാധിക്കും. പലപ്പോഴും പരിശുദ്ധ അമ്മയെ കളിയാക്കി പറയുന്നൊരു കാര്യമുണ്ട്. ഈശോയെ ഗർഭം ധരിച്ച മറിയം പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ഒരു വിലയില്ലാതായി തീർന്നു. കോഴിമുട്ടയിൽ നിന്നും കോഴി കുഞ്ഞ് പുറത്തു വന്നു കഴിഞ്ഞാൽ മുട്ടത്തോടിന് എന്താണ് വിലയുള്ളത്? പക്ഷെ നമ്മളാരും നമ്മുടെ അമ്മയെ മുട്ടത്തോടെന്ന് വിളിച്ച് കളിയാക്കാറില്ല, എത്ര അരിശം ഉണ്ടെങ്കിൽ പോലും. പരിശുദ്ധ അമ്മ ഒരു മുട്ടത്തോടായിരുന്നില്ല. എലിസബത്ത് പറയുകയുണ്ടായി, നീ സ്ത്രീകളുടെ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉത്തരവലവും അനുഗ്രഹീതമാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് ഈ സെൻറ്റൻസ് മാറിപ്പോയതായിരിക്കാം. നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമായതുകൊണ്ട് നീ അനുഗ്രഹീതയാണെന്നായി ഞാൻ ആദ്യം വിചാരിച്ചത്. വീണ്ടും പല ബൈബിൾ ഭാഗങ്ങൾ പരിശോധിച്ച് നോക്കിയപ്പോൾ എല്ലായിടത്തും ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നീ അനുഗ്രഹീതയാണ്, നിൻ്റെ ഉദരഫലം അനുഗ്രഹീതമാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഉദാഹരണം പറയുകയാണെങ്കിൽ, വളരെ വിലയേറിയ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഒരു വജ്രം നമ്മുടെ കിട്ടിയെന്ന് വിചാരിക്കുക. അതിന് വിലയുണ്ടെന്ന് എല്ലാവരും പറയും. ആ വജ്രം ഒരു ചെപ്പിൻ്റെ അകത്ത് വെച്ച് അടയ്ക്കുകയാണെങ്കിൽ ആ ചെപ്പിന് വിലയുണ്ടെന്ന് എല്ലാവരും പറയും. ആ വജ്രം ചെപ്പിൽ നിന്നെടുത്ത് മാറ്റുകയാണെങ്കിൽ ആ ചെപ്പിന് വിലയില്ലാന്ന് കേട്ടിട്ട് പറയാറുണ്ട്. എന്നാൽ ആ ചെപ്പ് ഒരു സ്വർണ്ണമാണെങ്കിൽ തീർച്ചയായിട്ടും ആ ചെപ്പിന് വിലയുണ്ട്. പരിശുദ്ധ അമ്മ ഈശോ ഗർഭം ധരിക്കുന്നതിന് മുമ്പ് തന്നെ വിലയേറിയ ചെപ്പായിരുന്നു, സ്വർണ്ണമായിരുന്നു. ആ സ്വർണ്ണച്ചപ്പിലേക്കാണ് ദൈവം തൻ്റെ പുത്രനെ അയച്ചത്. അപ്പോൾ പരിശുദ്ധ അമ്മയെപ്പറ്റി പറയുകയാണെങ്കിൽ അവൾ ഈശോ ഗർഭം ധരിച്ചുകൊണ്ട് മാത്രമല്ല ഭാഗ്യവതിയായി തീർന്നത്, ജന്മനാ തന്നെ അവളെ ദൈവം പ്രത്യേകത്തിൽ സൃഷ്ടിച്ച് ഭാഗ്യവതിയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ അമലോത്ഭവത്തെപ്പറ്റി ചിന്തിക്കുമ്പോൾ അവൾ പാപില ജനിച്ച ഏക വ്യക്തിയാണ്. ഈ അമ്മയെയാണ് നമ്മുടെ സ്വന്തം അമ്മയെന്ന് പറയുന്നത്. മാതാവിൻ്റെ സാന്നിധ്യം അടുത്തനുഭവിച്ചറിഞ്ഞൊരു വ്യക്തിയായിരുന്നു എലിസബത്ത്. ആ അനുഭവം തന്നെ തൻ്റെ പുത്രനും കിട്ടി. സ്നാപയോഹന്നാൻ ഈശോ അറിയുന്നത് അങ്ങനെയാണ്. മാമോദിസ മുങ്ങാനായിട്ട് ഈശോ വന്നപ്പോൾ തനിക്കുണ്ടായ ഗർഭാശയത്തിൽ വെച്ച് അമ്മയുടെ ഗർഭാശയത്തിൽ വെച്ച് തനിക്കുണ്ടായ അനുഭവവും എലിസബത്ത് പറഞ്ഞ കാര്യങ്ങൾ ഓർത്തുകൊണ്ടാണ് ഈശോയെ സ്നാനം ചെയ്യാനായിട്ട് തയ്യാറാകുന്നത്. നമുക്ക് ചിന്തിച്ച് നോക്കാം, നമ്മൾ ബഹുമാനിക്കുന്ന അമ്മ ഒരു സാധാരണക്കാരിയല്ല. ഈശോയുടെ അമ്മയെന്ന് പറയുമ്പോൾ
ഈശോയുടെ ശിഷ്യന്മാരായ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ അമ്മ വിലപ്പെട്ട അമ്മയാണ്. അവളുടെ സാന്നിധ്യം, സാമീപ്യം നമുക്ക് അനുഗ്രഹം തരുമെന്ന് നമ്മൾ ഓർത്തിരിക്കണം. അവളെ മറന്നു കളഞ്ഞുകൊണ്ട്, അവളെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ഒരു വ്യക്തിക്കും ഒരു നല്ല ക്രിസ്ത്യാനിയെ ജീവിക്കാൻ സാധ്യമല്ല എന്ന് നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി മാതാവിനെ പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വരികയാണ്. 12 വർഷം രക്തസ്രാവരോഗം മൂലം വിഷമിച്ച ഒരു സ്ത്രീ ഈശോയുടെ ഉടുപ്പിൻ്റെ വിളമ്പിൽ തൊട്ടു. ഉടൻ തന്നെ ഈശോയുടെ ശക്തി അവളിലേക്ക് കടന്നു വന്ന് അവളെ സുഖപ്പെടുത്തി. അവൾ ഞെട്ടി, ഇക്കാര്യം അറിഞ്ഞ ജനക്കൂട്ടം ഞെട്ടി. ഈശോയുടെ വസ്ത്രത്തിൻ്റെ ഒരറ്റത്ത് തൊട്ടപ്പോൾ മാറ്റം സംഭവിച്ച വ്യക്തി, അനുഭവം ഉണ്ടായ വ്യക്തി ഈ സ്ത്രീയാണെങ്കിൽ ഈശോ നിരന്തരം തൊട്ടുകൊണ്ടിരുന്ന അമ്മയുടെ കാര്യം നമ്മൾ ചിന്തിച്ച് നോക്കിക്കേ. ഓരോ പ്രാവശ്യം തൊടുമ്പോഴും അമ്മയുടെ ജീവിതത്തിലേക്ക് ഈശോയെ ശക്തി കടന്നു വന്നുകൊണ്ടാണ് ഇരുന്നത്. ഗർഭം ധരിച്ചത് മുതൽ ചെറുപ്രായം മുഴുവൻ അമ്മ എടുത്തുകൊണ്ട് നടന്നു, ചുംബിച്ചു, വളർത്തി, കളിപ്പിച്ചു, ഭക്ഷണം കൊടുത്തു. ഈ രീതിയിലൊക്കെ ദൈവമായിട്ട് അല്ലെങ്കിൽ ഈശോയുടെ ഏറ്റവും അടുത്ത വ്യക്തിയായിരുന്നു പരിശുദ്ധ അമ്മ. അപ്പോൾ എന്തുമാത്രം അനുഗ്രഹങ്ങളാണ് ഈശോയിലൂടെ അമ്മയിലേക്ക് വന്നിരിക്കുന്നത് നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കണം. അത്രയും പരിശുദ്ധയാണ്, അത്രയും അനുഭവമുള്ള വ്യക്തിയായിരുന്നു ഈ പരിശുദ്ധ അമ്മ. ഈ അമ്മയാണ് നമുക്ക് ഈശോ സ്വന്തം അമ്മയായിട്ട് തന്നത്. നമ്മൾ അമ്മയെ സ്വീകരിക്കണം, അനുഗ്രഹങ്ങൾ സ്വീകരിക്കാൻ പഠിക്കണം, അമ്മയെ വണങ്ങണം എന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട്. നമുക്കതിനെപ്പറ്റി കൂടുതൽ ചിന്തിക്കാം. ഈശോയുടെ സ്പർശനം ഏറ്റവും കൂടുതൽ അനുഭവിച്ച വ്യക്തിയാണ് പരിശുദ്ധ അമ്മ. അമ്മയെപ്പോലെ ഈശോ തൊടാനോ ഈശോടൊപ്പം നടക്കാനോ ആർക്കും സാധിച്ചിട്ടില്ല. തീർച്ചയായിട്ടും എലിസബത്തിൻ്റെ ആ അനുഭവം തന്നെ നമുക്കുണ്ടാകാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ കൂടുതൽ അറിയാനും സ്നേഹിക്കാനും തുടങ്ങിക്കഴിഞ്ഞപ്പോൾ എൻ്റെ ജീവിതത്തിൽ കൂടുതൽ ഉൾക്കാഴ്ച കിട്ടിക്കൊണ്ടിരുന്നു. ആദിമസഭ എങ്ങനെയാണ് പരിശുദ്ധ മറിയത്തെ കണ്ടെന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി, പഠിക്കാൻ തുടങ്ങി. 12ാമത്തെ വയസ്സിൽ ദേവാലയത്തിൽ തങ്ങി ഈശോയെ കാണാൻ ചെന്നപ്പോൾ പരിശുദ്ധ അമ്മ ചോദിക്കുകയാണ്, മകനെ, നിൻ്റെ പിതാവും ഞാനും എത്ര അധികമായി നിന്നെ അന്വേഷിച്ച് നടക്കുകയായിരുന്നു. മറിയം ഈശോയെ മകനെന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ മറിയത്തെ അമ്മയെന്ന് വിളിച്ചിട്ടുണ്ടാകും. അതുപോലെ തന്നെ പരിശുദ്ധ കാലത്ത് ഒരിക്കൽ അമ്മയും സഹോദരന്മാരും ഈശോയെ കാണാൻ ചെന്നപ്പോൾ ജനം പറയുകയാണ്, ഇതാ നിൻ്റെ അമ്മ നിന്നെ കാണാൻ വന്നിരിക്കുന്നു. അന്നത്തെ ആളുകൾ മറിയത്തെ കണ്ടത് ഈശോയുടെ അമ്മയായിട്ട് തന്നെയാണ്. അതുകൊണ്ട് ഈശോ മറിയത്തെ കണ്ടതും സ്വന്തം അമ്മയായിട്ടാണ്. സ്വന്തം അമ്മയാണെങ്കിൽ എങ്ങനെയാണ് ഒരു മകൻ തൻ്റെ അമ്മയെ സ്നേഹിക്കുക, ബഹുമാനിക്കുക? നമുക്കറിയാം 4ാമത്തെ കൽപ്പന, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. ഈശോ കാര്യത്തിൽ അങ്ങേയറ്റം ശ്രദ്ധാലുവായിരുന്നു. അതുകൊണ്ടാണ് മരണസമയത്ത് തൻ്റെ അമ്മ ഒറ്റയ്ക്കാകാതിരിക്കാൻ വേണ്ടി ഈശോ തൻ്റെ ശിഷ്യനെ അമ്മയെ ഏൽപ്പിച്ചു കൊടുത്തു. ഈ അമ്മയോട് നമ്മൾ അടുക്കുമ്പോൾ ഈശോയെപ്പോലെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും നമ്മൾ തയ്യാറാകണം. ഈ സഭയായിട്ടുള്ള ബന്ധത്തെപ്പറ്റി വീണ്ടും ഞാൻ ചിന്തിച്ചപ്പോൾ പന്തക്കുസ്ത ദിനത്തിൽ അപ്പോസ്തലന്മാരും ശിഷ്യന്മാരും ഒന്നിച്ചു കൂടിയിരിക്കുമ്പോൾ അവരുടെ മധ്യേ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. ആ സമയത്ത് പരിശുദ്ധാത്മാവിനെ കിട്ടിയ ഏക വ്യക്തി പരിശുദ്ധ അമ്മ മാത്രമായിരുന്നു. സഭ ഉത്ഭവിക്കുമ്പോൾ അവിടെ അമ്മയുടെ സാന്നിധ്യമുണ്ട്. ഈശോ ജന്മം കൊടുത്ത അമ്മ തന്നെയാണ് ഒരു വിധത്തിൽ പറഞ്ഞാൽ സഭയ്ക്കും ജന്മം കൊടുത്തത്. ഞാനൊരു വിശ്വാസിയാണെങ്കിൽ, ഒരു യഥാർത്ഥ സഭാംഗമാണെങ്കിൽ ഞാൻ പരിശുദ്ധ അമ്മയെ ബഹുമാനിക്കേണ്ടത് ആവശ്യമാണ്. പരിശുദ്ധ അമ്മയെ പറ്റി ചിന്തിക്കുമ്പോൾ അമ്മയുടെ ബാധ്യശക്തി നമുക്കറിയാം. കാനായിലെ കല്യാണവേളയിൽ ആ വീട്ടിൽ വീഞ്ഞു തീർന്നപ്പോൾ മാതാവ് ആരും പറയാതെ ഇടപെടുകയാണ് എൻ്റെ അകത്ത്. അവർക്ക് വീഞ്ഞില്ല എന്ന് ഈശോട് പറഞ്ഞപ്പോൾ ഈശോ ഒഴിഞ്ഞു മാറാൻ നോക്കും നമ്മൾ കാണുന്നുണ്ട്. എങ്കിലും മാതാവിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ, പ്രാർത്ഥനയുടെ മുമ്പിൽ ഈശോ മുട്ടുമടക്കുകയാണ്. പൂർണ്ണമായിട്ട് അത് ഏറ്റെടുത്ത് വെള്ളം വീഞ്ഞാക്കി ആ സമൂഹത്തെയും പരിശുദ്ധ അമ്മയെ സന്തോഷിപ്പിച്ചു. നമ്മുടെ ജീവിതത്തിൽ വിഷമങ്ങളും പ്രയാസം ഉണ്ടാകുമ്പോൾ പരിശുദ്ധ മറിയത്തെ സ്വന്തം അമ്മയായി കണ്ടുകൊണ്ട് യാചിച്ചു കഴിഞ്ഞാൽ
തീർച്ചയായിട്ടും അമ്മ ഇടപെടും. എൻ്റെ ജീവിതത്തിൽ ചില സംഭവങ്ങളുണ്ടായിട്ട് അതിൽ പ്രധാനപ്പെട്ട 2 സംഭവങ്ങൾ പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. കുറേ കൊല്ലങ്ങൾക്ക് മുമ്പ് ബഹുമാനപ്പെട്ട അലക്സ് താരാമംഗലം അച്ഛനും ഫിലോ കരയടനും ഞാനും കൂടി ജർമ്മനി ധ്യാനിപ്പിക്കാൻ പോയി. 2 മാസത്തോളം ഞങ്ങൾ അവിടെ ജർമ്മനിയിലുണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇറ്റലിയിലേക്ക് വന്നു. ഇറ്റലിയിൽ നിന്നും പാലസ്തീനായിൽ വന്ന് തിരുസ്ഥലങ്ങൾ സന്ദർശിക്കാൻ ആഗ്രഹമുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഇറ്റലിയിൽ നിന്നും ഇസ്രായേലിലെത്തി. 5-8 ദിവസം അവിടെ താമസിച്ചു. ഈ സ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് പ്രാർത്ഥിച്ചു. ഇനി മടങ്ങി ഇറ്റലിയിലേക്ക് ഞങ്ങൾക്ക് പോകണം. പക്ഷേ ഇസ്രായേലിൽ നിന്ന് ഇറ്റലിയിലേക്ക് പോകാനുള്ള വീസ ഞങ്ങൾക്കില്ലായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ഇറ്റാലിയൻ എംബസി അന്വേഷിച്ചു. അവിടെ ഇരുന്ന ഒരു സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിൽ നിന്ന് തന്നെ വീസ വാങ്ങേണ്ടതായിരുന്നു, ഇവിടെ തരാൻ പറ്റില്ല. പല പ്രാവശ്യങ്ങൾ പല രീതിയിൽ പറഞ്ഞു നോക്കിയിട്ട് അവർ സമ്മതിച്ചില്ല. ഞങ്ങൾക്ക് സങ്കടമായി. വീസയിലായി ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഞങ്ങളുടെ ഇസ്രായേൽ വിസയുടെ സമയം കഴിഞ്ഞു. ഇനി ഞങ്ങൾക്ക് ഇറ്റലിയിൽ പോകേണ്ട ആവശ്യമുണ്ട്. ദുഃഖിതരായി, സങ്കടപ്പെട്ടു. ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്ത് വന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. കൊന്തയില്ലാൻ തുടങ്ങി. ശക്തമായി കൊന്തയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. ഒന്നുകൂടെ പരിശ്രമിക്കാമെന്നുകൊണ്ട് ഞങ്ങൾ വീണ്ടും പിറ്റേ ദിവസം എംബസിയിലേക്ക് പോയി. അപ്പോഴാ സ്ത്രീ എന്ത് ചെയ്താൽ സമ്മതിക്കുകയില്ല, തരികയില്ല എന്ന് പറഞ്ഞു. ഇനി ഞങ്ങൾക്കുള്ള ആശ്രയം ഇസ്രായേൽ ജയിൽ മാത്രമാണ്. ഇസ്രായേൽ ജയിലിൽ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ യാതൊരു സാധ്യതയില്ല. ഏതായാലും ഞങ്ങൾ പെട്ടെന്ന് കർത്താവിനൊരു ഉൾക്കാഴ്ച തന്നു. അമ്മയായിരിക്കും മാധ്യസ്ഥം വഹിച്ചത്. ഞാൻ അലക്സച്ചനോട് പറഞ്ഞു ഇറ്റാലിയൻ ഭാഷ സംസാരിക്കാൻ. അലക്സച്ചൻ റോമിൽ പഠിച്ചിരുന്ന ആളായതുകൊണ്ട് ആ സ്ത്രീയോട് അലക്സച്ചൻ ഇറ്റാലിയൻ ഭാഷ സംസാരിച്ചു. ഞങ്ങൾ കത്തോലിക്ക പുരോഹിതന്മാരാണെന്നും ഇറ്റലിയിലേക്ക് പോകേണ്ട ആവശ്യമുണ്ടെന്നും വിസ കിട്ടിയില്ല ഞാൻ ജയിലിൽ പോകുമെന്നും പറഞ്ഞപ്പോൾ അവർക്ക് സഹതാപം തോന്നി ഞങ്ങളോട്. അവർ പറഞ്ഞു, ഒരു കാര്യം ചെയ്യും, വിസ തരാം, ഇന്ന് തന്നെ നിങ്ങൾ പോകണം. അതിനുമുമ്പ് നിങ്ങൾ 4:30 ടെൽ അവീവിൽ നിന്ന് പുറപ്പെടുന്ന റോമിലേക്ക് പോകുന്ന പ്ലെയിനിൽ സീറ്റുണ്ടെന്ന് അന്വേഷിക്കുക. സീറ്റുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോകാം, വിസ തരാമെന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. സ്ഥലത്തെല്ലാം ഞങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുകയായിരുന്നു. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയായിരുന്നു. കൊന്തയിലേക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ചെന്നപ്പോൾ സീറ്റുണ്ട്. അപ്പോൾ ആ എംബസിയിലെ സ്ത്രീ ഞങ്ങളോട് പറഞ്ഞു, 1:30 കൂടെ എത്തണം, അല്ലെങ്കിൽ ഞാൻ പോകും. നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ സ്ത്രീ പറഞ്ഞു, സാരമില്ല, 2 വരെ ഞാൻ കാത്തിരിക്കാം, അതിന് പോന്നാൽ മതി. ഏതായാലും ഓടിപ്പോയി ടിക്കറ്റ് എടുത്ത് ഇവിടെ തിരിച്ചു കൊണ്ടുവന്നു. തിരിച്ചു വന്നു ഞങ്ങൾക്ക് വീസ തന്നു. 4:30 ഫ്ലൈറ്റിന് ഞങ്ങൾ റോമിലേക്ക് പോയി. വ്യക്തമായിട്ട് ഞങ്ങൾക്കറിയാം പരിശുദ്ധ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചെന്നുള്ളതാണ്. കാനായിലെ കല്യാണവേളയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച, അന്നത്തെ ജനത്തിന് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മ ഈ നിമിഷത്തിൽ ഞങ്ങൾക്ക് 3 പേർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. അങ്ങനെ ഞങ്ങൾ സുരക്ഷിതരായി ഇറ്റലിയിൽ വന്നു. അവിടെ നിന്നും ഇന്ത്യയിലെത്തി. മറ്റൊരു സംഭവം ഒരു 1.5 കൊല്ലം മുമ്പ് സംഭവിച്ചതാണ്. ഗില്ലൻ ബാരി സിൻഡ്രോം എന്ന രോഗം മൂലം ഞാൻ കൈയും കാലും തളർന്ന് ഹോസ്പിറ്റലായി. രക്ഷപ്പെടുക എന്നുള്ളത് വളരെ പ്രയാസമായൊരു കാര്യമായിരുന്നു. എല്ലായിടത്തും പ്രാർത്ഥനയായി, എല്ലാവരും പ്രാർത്ഥിക്കാൻ തുടങ്ങി. ആ സമയത്ത് ചങ്ങനാശ്ശേരി താമസിക്കുന്ന അനിയൻ അപ്പച്ചനും അപ്പച്ചൻ്റെ ഭാര്യ ലൈസാമ്മയും കൂടി പാറേപ്പള്ളി മാതാവിൻ്റെ അമലമാതാവിൻ്റെ പള്ളിയിൽ ചെന്നിട്ട് കരഞ്ഞു പറഞ്ഞു, അച്ഛന് സൗഖ്യം കിട്ടുകയാണെങ്കിൽ അച്ഛനോട് കുർബാനയിടുന്നതായിരിക്കും. അവർ കരഞ്ഞു പ്രാർത്ഥിച്ചു. എന്നോട് വിളിച്ചു പറഞ്ഞു, അച്ഛന് സൗഖ്യം കിട്ടിയാൽ അവിടെ വരണം, മാതാവ് സുഖപ്പെടുത്തും. ആ വിശ്വാസത്തിൽ എൻ്റെ വിശ്വാസം വർദ്ധിച്ചു, അവരുടെ വിശ്വാസം വർദ്ധിച്ചു. ഏതായാലും ഞാൻ സൗഖ്യമുള്ളവനായി തിരിച്ചെത്തി. പിന്നീട് അവിടെ പോയി കുർബാന ചൊല്ലി മാതാവിന് നന്ദി പറയുകയുണ്ടായി. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നമ്മൾ ചിന്തിക്കുന്ന സംഗതിയാണ്, പരിശുദ്ധമ്മയെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല. സ്വർഗസ്ഥനായ പിതാവിൻ നമുക്കറിയാം, നമുക്കൊരു പിതാവുണ്ട്. നന്മറിഞ്ഞവരും ചെല്ലുമ്പോൾ നമുക്കൊരു അമ്മയുണ്ട്. ഒരു കുട്ടിയുടെ ജീവിതത്തിൽ അവൻ്റെ വളർച്ചയ്ക്ക് ഒരപ്പനും അമ്മയും ആവശ്യമാണ്. ഇവിടെ നമ്മൾ കാണുന്നത് ആധ്യാത്മിക ജീവിതത്തിലും നമുക്കൊരപ്പനുണ്ട്, സ്വർഗസ്ഥനായ പിതാവ്. നമുക്ക് ഒരമ്മയുണ്ട്, ഈശോയുടെ അമ്മ നമ്മുടെ അമ്മയാണ്. ഈ പിതാവ് ഈ അമ്മയും നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിത്യരക്ഷ നമുക്ക് ഉറപ്പാണ്. കൂടാതെ നമുക്കൊരു സഹോദരൻ ഈശോയും ഉണ്ട്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും ചിന്തിക്കുന്ന സംഗതിയുണ്ട്, ആരെങ്കിലും ഉപേക്ഷിച്ചാലും എൻ്റെ അമ്മ എന്നെ ഉപേക്ഷിക്കുകയില്ല. കാരണം അമ്മ കരുണയുള്ള അമ്മയാണ്. അമ്മയുടെ സ്നേഹവും വാത്സല്യം അനുഭവിക്കാൻ നമുക്ക് ശ്രമിക്കാം.
അനുദിനം കൊന്ത ചെല്ലുവാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുവാനും ഏത് നിമിഷത്തിലും നമ്മൾ നന്മറിഞ്ഞറിയും ചെല്ലുമ്പോൾ ഓർക്കേണ്ട സംഗതിയുണ്ട്. നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇപ്പോഴും നമ്മുടെ മരണസമയത്തും ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമെന്നാണ്. കാരണം മരണസമയത്താണ് ഏറ്റവും പ്രതിസന്ധി ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളെ സഹായിക്കാനായിട്ട് അമ്മയുണ്ടാകേണ്ട വളരെ ആവശ്യമാണ്. കാരണം അമ്മയുടെ പ്രത്യേകത, സ്വന്തം ഭർത്താവായ ഔസേപ്പിതാവിൻ്റെ മരണസമയത്ത് അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ പ്രാർത്ഥന തീർച്ചയായും ദൈവം സ്വീകരിച്ചു. അതുപോലെ ഈശോ മരിക്കുന്ന സമയത്തും അമ്മയോടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ മരണസമയത്ത് നമുക്ക് വേണ്ട മാധ്യസ്ഥം ലഭിക്കാനായിട്ട് പ്രത്യേകം പ്രാർത്ഥിച്ചൊരുങ്ങാം. ഞാൻ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരവും ചെല്ലുന്നൊരു പ്രാർത്ഥനയുണ്ട്, നമുക്കത് ചൊല്ലാം. ഈശോയുടെ അമ്മയായ പരിശുദ്ധ മറിയമ്മേ, എനിക്ക് അമ്മയായിരിക്കണമേ. ഒരമ്മ തൻ്റെ കുഞ്ഞിനെ സ്നേഹിക്കുന്നത് പോലെ എന്നെ സ്നേഹിക്കുകയും മാറോടെ ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ച് സ്വന്തമായി സ്വീകരിക്കുകയും ചെയ്യണമേ. ആമേൻ. എത്രയും ദയയുള്ള മാതാവേ ചൊല്ലി ബാല്യം മുതലേ ഞാൻ വളർന്നു. എന്നുടെ നിഴലായി നിത്യസഹായമായി മാതാവെന്നും കൂടെ വന്നു. മാതാവിൻ ചിത്രമുള്ളുത്തരീയം അമ്മച്ചി അന്നെന്നെ അണിയിച്ചു. മാതാവെന്നും നിന്നെ കാത്തുകൊള്ളും കുഞ്ഞെ വാത്സല്യമായി കാതിൽ മന്ത്രിച്ചു. അമ്മച്ചി മാതാവിൻ ജപമാലയൊരെണ്ണം എൻ കുഞ്ഞു കൈകളിൽ വാങ്ങിത്തന്നു. മുത്തുകളെണ്ണിയ പ്രാർത്ഥനയ്ക്കർത്ഥങ്ങൾ ഭക്തിയോടെൻ കാതിൽ പറഞ്ഞു തന്നു. സന്ധ്യയ്ക്കു മാതാവിൻ രൂപത്തിൻ മുൻപിൽ തിരിവെച്ചു കൈകൾ ഞാൻ കൂപ്പി നിന്നു. ജപമാല ചൊല്ലുമ്പോൾ എൻ കൊച്ചു ഹൃദയത്തിൽ ഈശോ